ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? നമുക്ക് ചോറിനൊക്കെ പറ്റിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി കാശ്മീർ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ചൂടാക്കിയെടുക്കാം. പൊടികൾ ചൂടാക്കിയെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ചൂടാക്കിയ പൊടികളൊക്കെ ചിക്കനിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: സവാള 3 എണ്ണം. നെയ്ച്ചോറിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സവാള കുറച്ച് കൂടുതൽ എടുത്തത്. ഈ തക്കാളി, ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പുതിന ഇല, മല്ലിയില, കറിവേപ്പില. ഞാൻ ഗരം മസാലയ്ക്ക് പകരമാണ് ഞാനിങ്ങനെ പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ എടുത്തിരിക്കുന്നത്. മുഴുവനായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി 2 പച്ചമുളക്. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം സവോള ഇട്ട് കൊടുക്കാം. സവോളയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവോളയ്ക്ക് ഒരു ഗോൾഡൻ കളർ ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് പച്ചമുളക്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കറിവേപ്പില എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി ഇവിടെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില, അതുപോലെ തന്നെ പുതിന ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും മസാലകളും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്കും അതുപോലെ തന്നെ മസാലയിലേക്കും വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് അടച്ച് വേവിക്കാം കേട്ടോ. ചിക്കൻ കറി ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ. ഞാനിന്നിവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. അടുത്ത ദിവസം നെയ്ച്ചോറിൻ്റെ വീഡിയോ ഇടാവേ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.